ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഉത്സവ വിശേഷമായാലോ. അപ്പോൾ ഏത് അമ്പലത്തിലെ ഉത്സവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ശക്തിളങ്ങര അമ്പലത്തിലെ ഉത്സവമാണ്. അങ്ങനെ ഒരു 8 മണി 8:30 ആയപ്പോൾ തന്നെ ഞാനും അമ്മയും അനിയത്തിയും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു പോകാൻ. അവളോട് ചിരിക്കാൻ പറഞ്ഞിട്ട് അവൾ ചിരിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊണ്ട് ബലമായിട്ട് ചിരിപ്പിച്ചു. അമ്മ ഇടിച്ചു കയറി വന്നിട്ട് എൻ്റെ അമ്മയുടെ വീഡിയോ എടുക്കാത്തതെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ ഒരു റോംബറോ ഇട്ടുകൊണ്ടാണ് ഇറങ്ങി. എന്നിട്ടൊരു ഡയലോഗ്, നിന്നെ എന്നെ കണ്ട ഇപ്പോൾ ചേട്ടത്തി അനിയത്തിയെന്നും പറയത്തേ ഉള്ളൂ. ഞാൻ പിന്നെ അതൊക്കെ അങ്ങ് തലയായിട്ട് സമ്മതിച്ചു കൊടുത്തു. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ചെന്നിട്ട് ഐസ്ക്രീം മേടിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. വീട്ടിന്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ വണ്ടിയിലേ പോകത്തുള്ളൂ. പോകുന്ന വഴി അമ്പലമൊക്കെ കാണാൻ തന്നെ എല്ലാ പ്രാവശ്യത്തെയും കണക്ക് അടിപൊളിയായിരുന്നു. ഇന്നിപ്പോൾ വന്നിട്ട് 6ാം ഉത്സവമാണ്. ഇന്നെന്ന് ഉദ്ദേശിച്ച് ഞാൻ വീഡിയോ എടുത്ത് ഇന്നലെയാണ്. ദിവസം പോയതേ അറിഞ്ഞില്ല. ഇനി ഈ ഒരു ഉത്സവം തീരാനായിട്ട് 4 ദിവസം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ശക്തിളങ്ങരക്കാരൊരു വികാരം തന്നെയാണ് ശക്തിളങ്ങര ഉത്സവം. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പറ പോയിട്ട് തിരിച്ചു വരുന്നത് എതിരേക്കാനായിട്ട് 2 ആനകൾ നിൽപ്പുണ്ടായിരുന്നു. ഒരാൾ സൈഡിൽ നിന്നിട്ട് നാദസ്വരത്തിന്റെ കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു. ആദ്യം തന്നെ ഒരു ഐസ്ക്രീം കഴിച്ചങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ അവിടെ തിന്നാനാണോ പോയെന്ന്. ഇപ്പൊ അതേന്ന് പറയാനേ നിർവാഹം. അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഒക്കെ മേടിച്ചിട്ട് ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ഓരോ സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഞങ്ങളുടെ 3 പേരുടെയും ചിന്ത ഇനി അടുത്തത് എന്ത് കഴിക്കുമെന്നായിരുന്നു. അമ്മ പറഞ്ഞു ഇപ്പൊ ഐസ്ക്രീം കഴിച്ചതല്ലേ ഉള്ളൂ, ഇനിയിപ്പോ കുറച്ച് കഴിയട്ടെന്ന് പറഞ്ഞു. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വിളക്കെടുക്കുന്ന പിള്ളേരെ നോക്കാനായിട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിളക്കെടുക്കുന്ന പിള്ളേരെയൊക്കെ കാണാനായിട്ട്. കുറച്ചു നേരം അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ സാധനം കണ്ണിപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതും 2 മേടിച്ചു. പിന്നെ ഓരോ പിടിച്ച് മാറിയെന്ന് അതും അങ്ങ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അനിയത്തി വെള്ളം വേണമെന്ന് വ്യാജേന എന്നെ കൊണ്ടുപോയിട്ട് പാനിപ്പൂരിയും 7-അപ്പും കോളിഫ്ലവറും എല്ലാം മേടിക്കും. പിന്നെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാനും പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വീണ്ടും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി. അപ്പം നോക്കിയപ്പോൾ ഈ ചേട്ടൻ ഈ ഗണ്ണ് വെച്ചിരുന്ന് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിട്ട് പിന്നെ അതൊരു വീഡിയോ എടുത്തു. അങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഓർത്തത്. അപ്പം തന്നെ അവളെ വീഡിയോ കോൾ വിളിച്ചു. നാട്ടിലില്ല, ബാംഗ്ലൂരാണ്. അതുകൊണ്ട് തന്നെ ആളിതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും അവളെ മിസ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം അവളായിട്ടൊക്കെ അവിടെ നിന്ന് സംസാരിച്ച് നിന്നിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴാണ് ആലോചിച്ചത് ഉത്സവപ്പറമ്പ് എന്നിട്ട് കപ്പലണ്ടി തിന്നാതെ പോകാൻ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോഴാണ് അനിയത്തിക്ക് പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവളുടെ സകല പ്ലാനും തെറ്റിച്ചിട്ട് അത് അടച്ചു കിടക്കുമായിരുന്നു. തിരിച്ചു പോയി മേടിക്കണമെന്ന് പറഞ്ഞിരുന്നത് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അവളെ ഫലൂടെയൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകും. പിന്നെ ഫലൂടെയൊന്നും മേടിക്കാൻ പോകാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ വിചാരിച്ചു 2 ഷാർജ കുടിക്കാൻ. അതിന് മുമ്പ് ഭയങ്കര ദാഹമുണ്ട്, ഒരു സോഡ നാരങ്ങ കുടിച്ചു. സോഡ നാരങ്ങയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ഷാർജ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഷാർജയൊക്കെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.